പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. പിന്നെ നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം മുതൽ. ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, നേരിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരാൻ ഞാനിവിടെ വരികയും വേണ്ടല്ലോ. ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. കർത്താവ് ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുമ്പോൾ നമുക്ക് പിന്നെ ഒന്നിനോടും ഒരു വലിയ ദാഹം അല്ലെങ്കിൽ ഒരു പ്രതിപത്തി നമുക്ക് ഉണ്ടാവുകയില്ല. നമ്മുടെ ഏറ്റവും വലിയ നേട്ടമായി നമ്മൾ ആ ക്രിസ്തുവിലുള്ള സമാധാനത്തെയും സന്തോഷത്തെയും നമ്മൾ കരുതും. ഇപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയായിരുന്നു. 2024 ആത്മഹത്യകൾ കൂടി വരുന്നു, ഡിവോഴ്സുകൾ കൂടി വരുന്നു, അക്രമങ്ങൾ കൂടി വരുന്നു, ഡ്രഗ് അബ്യൂസ് കൂടി വരുന്നു, ആൽക്കഹോളിസം കൂടി വരുന്നു, ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടി വരുന്നു. ഒന്നിനും ഒരു കുറവും ഇല്ല. ഇതിങ്ങനെ വർഷങ്ങൾ കഴിയുന്തോറും കൂടി വരികയാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ മൂല കാരണം മനുഷ്യൻ സന്തോഷം അന്വേഷിച്ച് പൊട്ടക്കിണറുകളിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ ഒന്നും അവന് ശാശ്വതമായ യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നില്ല. അതിനു പകരം ഒരു ടെമ്പററി ആയിട്ട് ഒരു ഹൈക്ക് ശേഷം അവരെല്ലാം ഭയങ്കര ഡിപ്രഷനിലോട്ടും നിരാശയിലോട്ടും കൂപ്പുകുത്തുന്നു. അതാണ് ഇതിൻ്റെയൊക്കെ മൂല കാരണം. യഥാർത്ഥ സന്തോഷവും സമാധാനവും ക്രിസ്തുവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. നമ്മൾ അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ, നമ്മൾ അവനെ നമ്മുടെ ജീവന്റെ നാഥനായി ഏറ്റുപറയുമ്പോൾ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. അത് ഈ ലോകം തരുന്ന സന്തോഷത്തെ പോലെയല്ല. ശാശ്വതമായ യഥാർത്ഥ സന്തോഷം, ആനന്ദവും സന്തോഷവും സമാധാനവും നമ്മൾ അനുഭവിക്കണം. ഞാൻ എൻ്റെ തന്നെ ഒരു ജീവിതം എടുത്തു നോക്കുമ്പോൾ, ഒരു കാലഘട്ടത്തിൽ കൂടുതൽ സൗകര്യങ്ങൾക്കായി, കൂടുതൽ ധനം ഉണ്ടാക്കുവാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ആദ്യത്തെ പോക്കിൽ നമുക്ക് ഫാമിലി സ്റ്റാറ്റസ് ഇല്ല. അപ്പൊ പോകുന്നൊരു ത്രില്ല്, അങ്ങനെ ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് ഒരു രാജ്യത്തേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ ഫസ്റ്റ് ഇയർ ബാച്ചുലർ സ്റ്റാറ്റസ്. അപ്പൊ ജോലി, ശമ്പളമുണ്ട്. അത് കഴിഞ്ഞ് വന്നാൽ അവിടെ സന്തോഷങ്ങളുടെ പുറകെ മദ്യസദസ്സുകൾ,
ഷോപ്പിംഗ്, ഒരു സന്തോഷമില്ല, മൊത്തം ഡിപ്രഷൻ, ഹോം സിക്നെസ്, വീട്ടിൽ നിന്ന് അകന്നു നിൽക്കണതിന്റെ സങ്കടം, ഒരു സന്തോഷമില്ല. ഇവിടെ ഇന്ത്യയിൽ കിട്ടിയിരുന്നതിൻ്റെക്കാളൊക്കെ ഒരു 3-4 മടങ്ങ് ശമ്പളം അവിടെ കിട്ടിയിരുന്നു. എന്നിരുന്നാലും ജയിലിലടച്ച ജീവിതം പോലെ. അപ്പൊ അവിടെയും നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റി, കാറുണ്ട്. അപ്പൊ എങ്ങോട്ട് പോകും ഈ കാറൊക്കെ വെച്ച്? അപ്പൊ ഒരു ചിന്ത, തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. അപ്പൊ പള്ളിയിലേക്ക് നമ്മൾ പോവാം. അപ്പൊ ആദ്യ ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇത് ഒക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഡോറ് മാത്രമേ തുറന്നിട്ടുള്ളൂ. അപ്പൊ അതിനകത്തേക്ക് കയറി. അപ്പൊ ഒരു ലീഫ്ലെറ്റ് അവിടെ കിടക്കുന്നു. അതിനകത്ത് എഴുതിയിരിക്കുന്നു, നീ ലോകത്തിലുള്ള മറ്റ് സകല കാര്യങ്ങളും സന്തോഷത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടാകും. നിനക്ക് എന്ത് കിട്ടി? സന്തോഷമാണോ ലഭിച്ചത്, അതോ നിരാശയാണോ ലഭിച്ചത്? എന്നിട്ട് അതിനകത്ത് പറയുന്നു, 1 മാസം മുടങ്ങാതെ നീ യോഗ്യതയോടെ ദിവ്യ ബലിയിൽ പങ്കെടുക്കുക, വിശുദ്ധ കുർബാന യോഗ്യതയോടുകൂടെ സ്വീകരിക്കുക 1 മാസം. അതിനുശേഷം നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉപേക്ഷിക്കുക. പ്രിയരെ, അന്ന് മുതലാണ് ഞാൻ എൻ്റെ ഒരു കൺവേർഷൻ പ്രോസസ് ചെറിയ രീതിയിലെങ്കിലും ആരംഭിക്കുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, ഇതിലാണ് യഥാർത്ഥ സന്തോഷം. ക്രിസ്തുവിലാണ് യഥാർത്ഥ സന്തോഷവും ആനന്ദവും. ബാക്കിയെല്ലാം നൈമിഷികമായ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒക്കെ പ്രാർത്ഥിച്ച് ഒരു ഡിസിഷൻ എടുക്കുകയാണ്, തിരിച്ച് നാട്ടിലേക്ക് പോകാം. ശരിക്ക് ലൗകികമായ ഒരു ആംഗിളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മണ്ടത്തരമായ ഒരു ഡിസിഷൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലിയൊന്നും ഇല്ല, ജോലി കിട്ടണം, അതൊക്കെ ഒരു ഗാംബ്ലിംഗ് പോലെ. പക്ഷെ ആ ഒരു ഡിസിഷനിലൂടെ വരികയും അതേ ശമ്പളത്തിലുള്ള ഒരു ജോലി പെട്ടെന്ന് തന്നെ ഇവിടെ ലഭിക്കുകയും വീണ്ടും കുടുംബത്തോടൊക്കെ ആയിരിക്കുവാൻ സാധിക്കുകയും അങ്ങനെ ജീവിതം ഒരു കുറവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ കർത്താവുമായി കൂടുതൽ അടുക്കാനും ഒക്കെ ആ ഒരു നീ ലോകത്തിൽ വേറെ എന്തിൻ്റെയൊക്കെ പുറകെ പോയാലും നിനക്ക് സന്തോഷം ലഭിക്കുകയില്ല. നീ കർത്താവിലേക്ക് തിരിയുക എന്നുള്ള ആ മെസ്സേജ് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥ സന്തോഷവും സമാധാനവും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പക്ഷെ ഇപ്പോഴും അതിനകത്ത് ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഇപ്പോഴും എനിക്ക് ഏറ്റവും സന്തോഷകരമായ അവസ്ഥകൾ, 0 സിൻ, ഒട്ടും പാപം കറപുരളാത്ത ദിവസങ്ങൾ. ആ ദിവസങ്ങളിലാണ് യഥാർത്ഥ ആനന്ദവും ക്രിസ്തുവിന്റെ ശക്തിയും ഞാൻ അനുഭവിക്കുന്നത്. എപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പാപം ചെയ്യുകയാണെങ്കിൽ ആ ഒരു സന്തോഷത്തിന് കളങ്കമേൽക്കും, ആ ഒരു സന്തോഷത്തിന് കുറവ് വരും. അപ്പോൾ ക്രിസ്തുവിലുള്ള ഈ യഥാർത്ഥ ആനന്ദത്തിലേക്ക് ക്രിസ്തു നമ്മളെ ക്ഷണിക്കുന്നു. അവന്റെ മുഖം ഈ ലോകം തരുന്നത് പോലെയല്ല. അവന്റെ മുഖം ഭാരം കുറഞ്ഞതാണ്. അതാണ് യഥാർത്ഥ നിധി. അത് കണ്ടെത്തുവോളം
മനുഷ്യന് സമാധാനവും ശാന്തിയും അനുഭവിക്കാൻ സാധിക്കുകയില്ല. ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. ഈ ലോകം തരുന്ന ടെമ്പററി ആയിട്ടുള്ള ആനന്ദം നമ്മൾ എത്രയൊക്കെ നുകരാൻ ശ്രമിച്ചാലും നമുക്ക് വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവി ആകും. ദൈവവചനമാണ് നമ്മൾ കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. Thank you, Jesus. Adore you, Jesus Christ. Hallelujah, hallelujah, hallelujah. Praise you, worship you, adore you, Jesus Christ. You are the omnipotent Lord. Hallelujah. ദൈവമേ, അങ്ങയുടെ സമാധാനവും ശാന്തിയും സന്തോഷവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. God bless. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.